നമുക്ക് ഇന്ന് എല്ലാവരോടും നമ്മുടെ ഓഫീസിലുള്ള കുറച്ച് ആൾക്കാർ റാൻഡം ആയിട്ട് എന്താണ് DNA എന്താണ് ജീൻ എന്ന് ചോദിച്ചു നോക്കിയാലോ. കമോൺ. ജീൻ എന്താ? ഒരു സിമ്പിൾ ചോദ്യക്കാർ ഓടുക. ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീൻ പെട്ടെന്ന് കിട്ടുന്നില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. അമ്മയുടെ മുടി കേളി ഹെയർ ആണെങ്കിൽ ആ കേളി ഹെയർ കിട്ടുമല്ലോ. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ജീൻ എന്താ? ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്. വെരി ഗുഡ്. DNA നമ്മളെ ബ്ലഡിലൊക്കെ ഉണ്ടാവുന്ന ബ്ലഡിലുള്ളത് അതിൻ്റെത് ഡൈനാമിക് നാഷണൽ അതോറിറ്റി. എന്നിട്ട് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ. ജീൻസിന്റെ ഷോർട്ട് ഫോം. എന്നാ ജീൻ എന്താണെന്ന് പറയൂ. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. നീ തന്നെ ഇതിലെടുത്തു. വെരി ഗുഡ്. പറഞ്ഞു. എന്താണ് ജീൻ? എന്താ? ബേസിക് സ്ട്രക്ചർ. ഓക്കെ, വെരി ഗുഡ്. അതെന്താണ് അവിടെ? അപ്പൊ നമ്മൾ കുറെ ആൾക്കാരോട് ചോദിച്ചു എന്താണ് DNA എന്താണ് ജീൻ എന്നല്ലേ. വളരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് DNA. അതായത് നമ്മുടെ ക്രോമസോംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ക്രോമസോംസ് എന്ന് പറയുന്നതിന്റെ ബേസിക് സ്ട്രക്ചറാണ് ഈ DNA. അതിൽ തന്നെ ഒരു ചെറിയ സീക്വൻസ് ആണ്. DNA തന്നെ സിമ്പിൾ ബേസിക് യൂണിറ്റ് ആണ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫാദറിന്റെ അടുത്ത് നിന്നുള്ള നമുക്ക് ചിലപ്പം സിമിലർ ആയിട്ടുള്ള ഹെയർ കിട്ടാം, ഐസ് കിട്ടാം. അതൊക്കെ നമുക്ക് പാരന്റ്സിൽ നിന്നും ഐഡന്റിക്കൽ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇത് വേരിയന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ബേസിക് കോൺസെപ്റ്റ്സ് പലർക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബേസിക് കോൺസെപ്റ്റ് പക്ഷെ അറിയത്തുണ്ടാവില്ല അല്ലേ. അപ്പം 10ാം ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ്. ജീൻ എന്താണ്, എന്താണ് ഹെറിഡിറ്റി, എന്താണ് DNA, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ അസ്ത്ര ബാച്ചിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. അടിപൊളിയായിട്ട് നമ്മൾ കോൺസെപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റിയോടെ പഠിക്കുന്നതാണ്. കൂടുതലായിട്ട് അറിയാൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി.